ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകിയുടെ അമ്മയെ കാണാൻ നിരഞ്ജന വീട്ടിൽ വന്നു. അപ്പോഴേക്കും മേരിയമ്മ പണ്ടത്തെ നമ്മുടെ അമ്മയുടെ സൗന്ദര്യത്തെ പറ്റി പറയാം. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകുമായിരുന്നു എന്നൊക്കെ. അപ്പം മേരിയമ്മയ്ക്ക് ഇത് പറയാനേ നേരമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി പറയാം. മേരിയമ്മ പറയുന്നതിലേ ഒരതിശയവും ഇല്ല എന്ന് നിരഞ്ജന നേരം പറയാം. അമ്മയെ കിട്ടാൻ വൈകിപ്പോയെങ്കിലും ജാനിയടുത്ത് ഭാഗ്യമുള്ളവളാ. ജാനിയടുത്ത് മാത്രമല്ല, അമ്മയും ഭാഗ്യമുള്ള ആളാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നിരഞ്ജന പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇങ്ങനെ അവർ അമ്മയോട് വർത്താനമൊക്കെ പറഞ്ഞ് അമ്മയുടെ മുഖത്ത് ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങുന്നു. ഈ സമയത്ത് അമ്മ ഇവിടെ നിന്ന് നോക്കിക്കേ എന്ന് നമ്മുടെ ജാനകി പറഞ്ഞു. അപ്പോൾ അമ്മാമ്മ ചെറിയമ്മയെ നോക്കുന്ന പൊന്നുകുട്ടി പറയുക. ദേ പൊന്നുവിനെ കൊണ്ടുവന്നത് ചെറിയമ്മയാണെന്നൊക്കെ പൊന്നു ഇങ്ങനെ കുഞ്ഞിനോട് പറയുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ നമ്മുടെ അമ്മ. അപ്പോഴും പൊന്നുകുട്ടിയുടെ മുഖത്ത് അമ്മയുടെ കണ്ണ്. അമ്മേ, നിരഞ്ജന എൻ്റെ പേര്, അമ്മയ്ക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നിരഞ്ജന ചോദിക്കുന്നുണ്ട്. അപ്പോഴും പൊന്നുകുട്ടി കൊഞ്ചിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മുടെ അമ്മ. അപ്പോൾ അമ്മമ്മ മിണ്ടില്ല എന്ന് ഞാൻ ചെറിയമ്മയോട് പറഞ്ഞതല്ലേ എന്ന് പൊന്നുകുട്ടി. പക്ഷേ അമ്മാമ്മ എന്നോട് മിണ്ടും. അമ്മേ, എന്നോട് എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട് നിരഞ്ജന പറയുക, അല്ലെങ്കിൽ പൊന്നുവിൻ്റെ മുന്നിൽ ഞാൻ തോറ്റു പോകും കേട്ടോ അമ്മേ എന്നൊക്കെ നിരഞ്ജന പറയുന്നുണ്ട് കേട്ടോ. അമ്മേ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കമ്മേ എന്നൊക്കെ നിരഞ്ജന പറയുമ്പോൾ നിരഞ്ജന വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടത്തി അനുഭവിക്കുന്ന വിഷമം എന്താണെന്നൊക്കെ എനിക്കറിയാം. ഏട്ടത്തിയോട് ഒരു വാക്ക് സംസാരിക്കാത്ത അമ്മ എങ്ങനെയാണ് ഇപ്പം കണ്ട് എന്നോട് സംസാരിക്കുന്നതെന്ന് നിരഞ്ജന ചോദിക്കുക കേട്ടോ. അപ്പോഴും കുഞ്ഞിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക ഈ അമ്മ. അപ്പോൾ അമ്മയെ വന്ന് കാണാൻ കഴിഞ്ഞു തന്നെ എനിക്ക് സന്തോഷമാണ്. ഇനി എപ്പോഴും ഈ മുഖം മനസ്സിലുണ്ടാകുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നീ വാ പൊന്നു, അമ്മമ്മയുടെ കൂടെ ഇരിക്കട്ടെ, അവളെ കാണാൻ ആഗ്രഹിച്ചെന്ന് അമ്മയുടെ മുഖം കണ്ടാൽ അറിയാമെന്നൊക്കെ പറയുന്നു. അങ്ങനെ പൊന്നു അമ്മാമ്മയും കൂടെ ചിരിയും കളിയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുക. ഈ സമയം ഞാൻ വരുന്നതിനോട് അഭിയേട്ടന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പൊന്നുവിൻ്റെ ആഗ്രഹം അറിഞ്ഞാണ് ഒടുവിൽ സമ്മതിച്ചതെന്നൊക്കെ പറയുന്നു നമ്മുടെ നിരഞ്ജന. അപ്പോൾ അമലേട്ടൻ ഒരു കാര്യം അമലിനോട് മറച്ചു വെക്കില്ല, പക്ഷേ ഈ ഒരു കാര്യം അമലിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നും ഇടയ്ക്കിടെ അതിൻ്റെ വിഷമമൊക്കെ പ്രകടിപ്പിക്കാറുണ്ടെന്നുള്ള കാര്യം ജാനകി പറയുമ്പോൾ അഭിയേട്ടൻ്റെ ആ ഒരു പേടിയൊക്കെ എനിക്കറിയാം. ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് തന്നെയാണ് ഞാനും ഇങ്ങോട്ടേക്ക് വന്നതെന്നും അമ്മയെ കൊണ്ടുവന്നതിന് ശേഷം മാറ്റമെന്ന് പറയാൻ എന്തെങ്കിലും കണ്ടായിരുന്നോ എന്നൊക്കെ നമ്മുടെ നിരഞ്ജന ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ആകെയുള്ള മാറ്റം തന്നെയാണ് അല്പം മുൻപ് നിരഞ്ജന കണ്ടതെന്ന കാര്യം ജാനകി പറയുക കേട്ടോ. അപ്പോൾ പൊന്നുവിൻ്റെ കൂടെ ചെലവഴിക്കാനാണ് അമ്മ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം നിരഞ്ജനയ്ക്കും. അതുവരെ മരവിച്ച ഒരു മുഖത്തോടു കൂടി അമ്മ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നിരഞ്ജനയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അവളെ കണ്ടതും അമ്മയുടെ മുഖം വിടർന്നത് നിരഞ്ജന കണ്ടില്ലേ? അത് നല്ലൊരു മാറ്റമല്ലേ ഏട്ടത്തി? ശരിക്കും പറഞ്ഞ അമ്മയ്ക്ക് എന്താ ഉണ്ടായത്? എന്താ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണമെന്നൊക്കെ നിരഞ്ജന ചോദിക്കുന്നു. പിന്നെ ചതിക്കപ്പെട്ട് പ്രഗ്നൻ്റ് ആയതാണോ? അപ്പം എല്ലാം എന്നോട് പറഞ്ഞത് മേരിയമ്മയാണെന്നുള്ള കാര്യം നേരം ജാനകി നിരഞ്ജനോട് പറയാം. അമ്മ ചതിക്കപ്പെട്ടതല്ലെന്നും അമ്മയെ ഒരാൾ നശിപ്പിച്ചതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ജാനകി പറയുക കേട്ടോ. അമ്മ വർക്ക് ചെയ്ത കമ്പനിയുടെ ഉടമയായിരുന്നു അയാളെന്നും പിന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിരഞ്ജനോട് പറഞ്ഞു. അച്ഛൻ മാത്രമേ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു നാട്ടിൽ നിന്ന് ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടി വന്നതായിരുന്നു അമ്മ. അവിടുത്തെ ആ അമ്മയുടെ പേര് രാധാമണി എന്നാണെന്നും അമ്മയുടെ വയറ്റിൽ ആ നീജൻ്റെ കുഞ്ഞ് ജന്മം കൊള്ളുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപമാനം താങ്ങാനാവാതെ അച്ഛൻ ജീവൻ ഒടുക്കുകയായിരുന്നുവെന്നും അതുപോലെ നാട്ടുകാർ ചേർന്ന് അമ്മയെ മേരിയമ്മ ജോലി ചെയ്യുന്ന ഓർഫനേജിൽ കൊണ്ടുപോയി വിടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രസവം അടുത്ത നാളിൽ അമ്മയ്ക്ക് മാനസികമായ വിഭ്രാന്തി ഉണ്ടാവുകയും അയാൾ അമ്മയെ കാണാൻ വന്നതിന് ശേഷമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എത്ര കുഞ്ഞിലെ ഇത്രയും വലിയൊരു ദുരന്തമൊക്കെ അനുഭവിച്ചതാണല്ലേ? ആ നീചൻ ആരാണെന്ന് അറിയാൻ കഴിഞ്ഞ ജാനിയടത്തി എന്ന് നമ്മുടെ നിരഞ്ജന ചോദിക്കുമ്പോൾ നമ്മുടെ ജാനകി അയാൾ ആരാണ് എന്നറിയണമെങ്കിൽ അമ്മയ്ക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടണമെന്ന കാര്യം ജാനകി നിരഞ്ജനോട് പറയാം. അയാളെ കണ്ടെത്തണം. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ അയാൾക്ക് നമ്മൾ കൊടുക്കണമെന്ന കാര്യവും നിരഞ്ജന പറയാം. വർഷങ്ങൾ കുറെ കഴിഞ്ഞില്ലേ, അയാളിപ്പോൾ നല്ല മാന്യനായിട്ട് തന്നെ ജീവിക്കുന്നുണ്ടാവും. ഞാൻ അയാളെ വെറുതെ വിടാനൊന്നും പോകുന്നില്ലെന്ന് ജാനകി അന്നേരം നിരഞ്ജനോട് പറയാം. എൻ്റെ അമ്മ ഭ്രാന്ത് പിടിച്ച് ജീവിച്ചതുപോലെ അയാളും ജയിലിൽ കിടന്ന് അനുഭവിക്കുന്നത് എനിക്ക് കാണണമെന്നും നമ്മുടെ ജാനകി പറഞ്ഞു. ഞാനത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ അമ്മയുടെ മകളാകുമെന്നും ജാനകി ചോദിക്കുക കേട്ടോ. അപ്പോൾ നിരഞ്ജനയും അതിനെ സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരെ പരിഹാസം ഭയന്നിട്ടൊന്നുമല്ല അമ്മയുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഞാൻ ഇവിടെ കഴിയുന്നത്. അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഓർമ്മകളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന കാര്യവും ജാനകി ഇങ്ങനെ പറഞ്ഞു. അതിനിങ്ങനെയൊരു സ്ഥലത്ത് ഞാനും അമ്മയും മാത്രം മതിയെന്നും അപർണ ഈ വിവരം അറിഞ്ഞാൽ പരിഹാസമായിട്ട് ഇവിടേക്ക് വരുമെന്നുള്ള കാര്യങ്ങളും ജാനകി പറയുക.
എനിക്ക് അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കാനും കഴിയില്ല എന്ന് പറഞ്ഞു. വേണ്ട ഏട്ടത്തി, അപർണ ഒന്നും അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് സേഫും അത് തന്നെയാണെന്ന് നിരഞ്ജന പറഞ്ഞിട്ട് അമ്മയ്ക്ക് എല്ലാം ഓർത്തെടുക്കാൻ കഴിയണം. പിന്നെ ആ അമ്മ പിന്നെ ആ ദുഷ്ടൻ്റെ പേര് പറയുന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അയാളെ നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാം ഏട്ടത്തി. ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. അയാൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ജാനിയടുത്തേക്ക് വേണ്ടി കേസ് ഞാൻ വാദിക്കുമെന്നൊക്കെ നിരഞ്ജന പറയുമ്പോൾ അയാളൊരു പ്രബലനായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മുന്നിൽ വന്ന് നിൽക്കുന്ന മുഖം ഞെട്ടലുണ്ടാക്കുന്ന ആരെങ്കിലും ആണെങ്കിലോ എന്നൊക്കെ ജാനകി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. നിനക്ക് അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടാവുമോ എന്ന് ജാനകി ചോദിക്കുമ്പോൾ, എൻ്റെ മുന്നിൽ അയാൾ വെറും ഒരു ക്രിമിനൽ മാത്രമായിരിക്കും. എൻ്റെയും കൂടെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ആ വക്കാലത്ത് ഏറ്റെടുക്കുന്നത്. ഏത് കൊമ്പനായാലും ഞാൻ അയാളെ വിടില്ല എന്ന് നിരഞ്ജന തറപ്പിച്ച് എന്നെ ജാനകിയോട് പറഞ്ഞു. ഇതൊക്കെ ഒരു ദൈവവിധി ആയിരിക്കും ജാനിയടുത്തി ധൈര്യമായിട്ടിരിക്കുക. ഏട്ടത്തിയാ എന്നെ വക്കീൽ കുപ്പായി ഇടാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരാൾ. വരാൻ പോകുന്നത് അത്ര സുഖമുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല എന്ന് ജാനകി അന്നേരം പറഞ്ഞു. പിന്നെ നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതിയെന്നും ജാനകി പറയുമ്പോൾ, ഉണ്ടാവും ഏട്ടത്തി, ഞാൻ തന്നെ എൻ്റെ ഏട്ടത്തിയുടെ കൂടെ ഉണ്ടാകുമെന്നും നിരഞ്ജന പറയുക. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അവർ ചേച്ചി അനിയത്തിയും കൂടെ സംസാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ അമൽ ഇങ്ങനെ വരിക. അപ്പോൾ അബി ഇങ്ങനെ വന്ന് വിഷമിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ വിശ്വൻ എന്നുള്ള പേര് കേട്ടപ്പോൾ തമ്പി വരണ്ടു പോയല്ലോ അബിയേട്ടാ. അതൊരു കള്ളപ്പേരല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. തമ്പി പേടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളുള്ള കാര്യം ഉറപ്പല്ലേന്നും അമൽ ചോദിച്ചു. തമ്പി അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം. തമ്പി അച്ഛനാണെന്ന് അവകാശപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് തമ്പിയെ ഒന്ന് പേടിപ്പിച്ചു. അങ്ങനെ പേടിക്കുന്ന ആളൊന്നും അല്ലല്ലോ തമ്പി. മകനുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കാനുള്ള സാഹചര്യം അത് തമ്പിക്ക് അറിയണ്ടേ എന്ന് അമൽ ചോദിക്കാം. അപ്പം നീ എന്താടാ നിന്റെ അമ്മായച്ചനെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നേ എന്ന് അബി അന്നേരം അമലിനോട് ചോദിക്കുക. അയാളുടെ നല്ല കാലത്ത് എത്ര പെൺകുട്ടികളുടെ ജീവിതമാണെന്ന് അറിയാമോ അയാളെ തകർത്ത് കളഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അമലിങ്ങനെ നോക്കുക. എന്നിട്ടാണ് അയാൾ അച്ഛനെ മോശക്കാരനാക്കാൻ നടന്നതെന്ന കാര്യമൊക്കെ അബി ഇങ്ങനെ അമലിനോട് പറഞ്ഞു. അയാൾ കാരണം ജീവിതം തകർന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തെപ്പറ്റി എന്നോട് പറഞ്ഞിരുന്നു. ആ സ്ത്രീയുടെ മകൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സക്കീർ ബായിയെ കൊണ്ട് സ്വരം മാറ്റി തമ്പിയെ വിളിപ്പിച്ച് വിരട്ടുകയായിരുന്നു എന്നും അബി അമലിനോട് പറയാം. ഇതൊക്കെ കേട്ട് അമൽ അന്തം വിട്ടിങ്ങനെ ഇരിക്കും കേട്ടോ. അവിഹിത സന്തതി ഏത് നിമിഷവും രംഗത്ത് വരുമെന്നുള്ള ആ ഒരു ഭയത്തിലാണ് തമ്പി ഇപ്പം ജീവിക്കുന്നത്. അച്ഛനെ ആരാധിച്ച് ജീവിക്കുന്ന മകളെ ഇതൊന്നും അറിയിക്കണമെന്നൊക്കെ ഇങ്ങനെ അമൽ പറയുമ്പോൾ, നീ ഇങ്ങനെ എടുത്തു ചാടുന്നത് കൊണ്ടാണ് എനിക്ക് പലതും നിന്നോട് ഷെയർ ചെയ്യാൻ പറ്റാതെ പോകുന്നതെന്നുള്ള കാര്യം അന്നേരം അബി അമലിനോട് പറഞ്ഞു. അപർണ ഒരു കാരണവശാലും ഇതൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുമ്പം, ഏടത്തി എവിടെ ഉണ്ടെന്നുള്ള കാര്യം, ഏട്ടൻ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, നീ പറഞ്ഞതൊക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല ഞാനത് പറയാത്തത്. അപർണയും നീയും തമ്മിൽ ജാനകിയെ ചൊല്ലി വഴക്കിടുമ്പോൾ നീ അതെങ്ങാനും വിളിച്ചു പറയുമോ എന്ന് ഭയന്നിട്ടാണെന്നൊക്കെ പറയുമ്പം, ഭയക്കാനായിട്ട് എന്താ ഏട്ടാ ഉള്ളത്? ഏട്ടത്തി അമ്മയെ കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ വിജയിച്ചു എന്ന് വേണ്ട കരുതാൻ. എത്രയും വേഗം ഏട്ടത്തി അമ്മയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയല്ലേ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കൂട്ടന്നേരം, ഭയക്കാനൊക്കെ നല്ല വ്യക്തമായ കാരണമുണ്ടെന്നും അത് പ്രശ്നമാണെന്നും നമ്മുടെ അഭി പറയുമ്പോൾ, ഏട്ടത്തി അമ്മയെ കണ്ടെത്തിയോ, ഇനിയെങ്കിലും ഏട്ടൻ അതൊന്ന് പറ എന്നൊക്കെ പറഞ്ഞു അമൽ. ഇത് നിന്റെ മനസ്സിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്നും ജാനകി അവളുടെ അമ്മയെ കണ്ടെത്തിയെന്നുള്ള കാര്യങ്ങളും നമ്മുടെ അഭി പറയുമ്പോൾ അമലിന് ഭയങ്കര സന്തോഷം. ഈ സന്തോഷ വാർത്ത നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ അബിയേട്ടാ. ആദ്യം ജാനകിയുടെ അമ്മയാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് പറയണമെന്നുള്ള കാര്യങ്ങൾ പറയുക. എന്താട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ജാനകിയെ പ്രസവിച്ച് ഉപേക്ഷിക്കുമ്പോൾ അവർ മുഴുഭ്രാന്തിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അഭി പറഞ്ഞു. അവരുടെ കുട്ടിക്കാലത്ത് ശരണാലയത്തിൽ എത്തുമ്പോൾ ഓർമ്മകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നുവെന്നും അതുപോലെ ജാനകിയുടെ അമ്മയെ പറ്റിയുള്ള വിവരങ്ങൾ അച്ഛന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അബി എല്ലാം വിശദമായിട്ട് പറയും. അങ്ങനെ അബി അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ വിവരം പറഞ്ഞാൽ ഉറപ്പായിട്ടും അപർണ പരിഹസിക്കും. ആരും അത് വിശ്വസിക്കാനും പോകുന്നില്ല എന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അമല് പറഞ്ഞു. അബേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. ഏതോ ഒരു സ്ത്രീയെ അമ്മയുടെ വേഷം കെട്ടിച്ച് കൊണ്ടുവരാനായിട്ട് ഏട്ടത്തി പോയിരിക്കുന്നു എന്നാണ് അപർണ പരിഹസിക്കുന്നത് അത്രയും. അപ്പോൾ ജാനകി അമ്മയെ കൊണ്ടുവരുന്നതേ അവർ മകളായി ജാനകിയെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും എന്നൊക്കെ കാര്യവും പറഞ്ഞു അബി. ഒരു വീട് വാടകയ്ക്കെടുത്ത് അമ്മയ്ക്കൊപ്പം കഴിയുകയാണ് അവളെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ചികിത്സയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ജാനകിക്കുണ്ടെന്നുള്ള കാര്യങ്ങളും അബി അമലിനോട് പറയൂ കേട്ടോ. അത് ശരിയായ ഒരു തീരുമാനം തന്നെയാണ് ഏട്ടാ എന്ന് അമൽ പറഞ്ഞു. ഈ ഒരവസ്ഥയിൽ ആ പാവം സ്ത്രീയെ ഇവിടെ കൊണ്ടുവരാതിരിക്കുന്നത് തന്നെയാണ് ഒരു കണക്കിന് നല്ലത്.
അങ്ങനെ കൊണ്ടുവന്നാലും ശരിയാവില്ല ഏട്ടാ എന്നൊക്കെ പറയുമ്പോൾ നീ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. തമ്പി അവിടെ ചെന്ന് എത്താൻ പാടില്ല. ജാനകി ജോലിക്ക് പോവുകയാണെന്ന് വരുത്തി തീർത്തത് അതുകൊണ്ട് മാത്രമാണെന്നും പിന്നെ സമാധാനത്തോടെ അവരവിടെ കഴിയട്ടെ എന്നൊക്കെ നമ്മുടെ അബി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അവിടെ ചെന്ന് അയാൾ ഒരിക്കലും വിഷം തുപ്പാനുള്ള ഇടയുണ്ടാകരുതെന്നും. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നും ഈ വിവരം പുറത്തു പോകില്ല എന്ന് ഞാൻ ഏട്ടന് ഉറപ്പ് തരികയാണെന്ന കാര്യം അന്നേരം നമ്മുടെ അമല് പറഞ്ഞു. അപർണയുടെ അഹങ്കാരത്തിൻ്റെ പത്തി മടക്കാൻ ഏട്ടത്തിയുടെ അമ്മയായിട്ട് തന്നെ വരണം, അതാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് അമല് പറയുമ്പം അതെ, എൻ്റെ മനസ്സിലൊരു ഭാരം അതിപ്പോൾ ഒഴിഞ്ഞെന്ന കാര്യം നമ്മുടെ അഭി പറയുക. നിന്നോടിത് പലപ്പോഴും പറയാനായിട്ട് തോന്നിയതാ. ഞാനിപ്പോൾ അപർണയായി ഏറ്റുമുട്ടാനൊന്നും പോവാറില്ല ഏട്ടാ. സഹി കെടുമ്പോഴേ റൂം വിട്ട് ഞാനങ്ങ് ഇറങ്ങി പോവാറേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നിൻ്റെ ജീവിതം ഒരു പരീക്ഷണത്തിന് ഇട്ട് കൊടുത്തു എന്നുള്ളൊരു തോന്നലുണ്ടോ നിനക്കെന്ന് ഇങ്ങനെ ചോദിക്കുക അബി. എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഏട്ടാ. നാളെ അപർണയ്ക്കൊരു മാറ്റം വരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടെന്നൊക്കെ നമ്മുടെ അമലിങ്ങനെ അബിയോട് പറഞ്ഞു. അതിൻ്റെ കാരണം അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ജാനിയടത്തി ആയതുകൊണ്ടാണെന്ന് നമ്മുടെ അമൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഏട്ടനും അനിയനും കൂടി സംസാരിക്കുക, വിധി പോലെ വരട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമൽ അവിടെ നിന്ന് ആലോചിക്കുക. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ തമ്പിയുമായിട്ട് ഒരാൾ സംസാരിക്കുക. അപ്പോൾ ഒരാൾ കാണാൻ വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ എന്നെ കാണാൻ വന്നു, മകളുടെ പേര് താനിപ്പോൾ പറഞ്ഞ രാധാമണി വാരസ്യാരാണെന്നുള്ള കാര്യമൊക്കെ കൂട്ടുകാരൻ തമ്പിയോട് പറയാം. റേപ്പ് കേസ് പുറലോകം അറിഞ്ഞാൽ മാനം പോകുമെന്നും പിന്നെ കുറച്ച് ഭീഷണിയൊക്കെ ആയിട്ട് അന്ന് ഞാൻ അയാളെ പറഞ്ഞു വിടുകയായിരുന്നെന്നും കൂട്ടുകാരൻ തമ്പിയോട് പറയാം. തമ്പി കുറേ വെള്ളം കുടിക്കും. പിന്നെ ഞാൻ അയാളെ കാണുന്നത് വീടിൻ്റെ കഴുക്കോലിൽ തൂങ്ങി നിൽക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ താനീ പുരാണം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഇതിന്ന് തലയൂരാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാണോ സേന എന്ന് തമ്പി കൂട്ടുകാരനോട്. അപ്പോൾ കൂട്ടുകാരൻ്റെ ഇരുന്ന് ആലോചിക്കുക തമ്പിയുടെ തലയൂരി എടുക്കാൻ. അന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ ആ പെണ്ണിനെ കണ്ടുപിടിച്ച് തീർത്ത് കളയാനായിട്ട്. താൻ അതിന് ഇറങ്ങിയപ്പോൾ അവൾ സ്ഥലം വിട്ടില്ലേ എന്ന് ചോദിച്ചു. അന്ന് അവൾ ഏതെങ്കിലും ഓർഫനേജിൽ പോയി അടിഞ്ഞു കാണുമെന്ന് കരുതി ഞാൻ കുറേ തപ്പിയതല്ലേ എന്ന് ചോദിച്ചു. അവൾ അങ്ങ് പൂന വരെ എത്തിയെന്ന് ഞാൻ അറിഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോൾ തമ്പി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അത് എൻ്റെ മോൻ തന്നെയാണെന്ന് സേനം പറഞ്ഞു. തമ്പി പിന്നെയും പേടിച്ചു. അതല്ലേ രാധാമണി വിശ്വനാഥൻ തമ്പിയുടെ മകനെ വിശ്വനെന്ന് പേരിട്ടത്. സേന ശവത്തെ കുത്തല്ലേടോ എന്നും പറഞ്ഞ് തമ്പി ഇരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് കൂട്ടുകാരൻ ചോദിച്ചു. അപ്പോൾ ഇത് സിനിമാ കഥ പോലെയാണല്ലോ തമ്പി, പഴയ റിവെഞ്ചിൻ്റെ കണക്കുമായിട്ടാണ് അവൾ മോനെ പറഞ്ഞു വിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ കൃത്യമായി അവൻ സൂര്യനാരായണനെ തന്നെ തേടി വന്നു. അയാൾ മരിച്ചതറിഞ്ഞ് സൂര്യയുടെ മകനെയും കണ്ടു. സോഷ്യൽ വർക്കറായ ഒരു വക്കീലിനെയും കൂട്ടുപിടിക്കുകയും ചെയ്തു. അതുമാത്രമല്ല കുറേ കാലം നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്തവളായിരുന്നില്ലേ രാധാമണി. അപ്പോൾ അബിയുടെയും വക്കീലിനെയും കസ്റ്റഡിയിൽ അവനുണ്ട്. ഇന്നലെ രാത്രി അവൻ എന്നെ ഫോണിൽ വിളിച്ചായിരുന്നു. അച്ഛൻ എപ്പോഴാണ് കാണാൻ വരണ്ടേന്ന് അവൻ ചോദിച്ചു. അപ്പോൾ അവനോട് വരാൻ പറയടോ, സന്നാഹത്തോടെയാണ് അവൻ വരുന്നതെങ്കിൽ അവനൊന്ന് കണ്ടുവയ്ക്കാവല്ലോ എന്ന് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുക തമ്പിക്ക്. ബാക്കിയുള്ള കാര്യം താൻ എനിക്ക് വിട്ടേക്കാനും പറഞ്ഞു. അപ്പം അവൻ അങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും ഉടനെയെങ്ങും എൻ്റെ മുന്നിൽ വരത്തില്ലടോ. അവൻ്റെ സാന്നിധ്യം പല സ്ഥലത്തും അടയാളപ്പെടുത്തുന്നതിലാണ് ഇപ്പോൾ അവൻ മിടുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ എൻ്റെ ദുഃഖങ്ങളൊക്കെ കൂട്ടുകാരനോട് ഷെയർ ചെയ്യുന്നു. അവനൊരു ജോലി ചെയ്ത് ആദ്യം അവൻ എൻ്റെ മരുമകൻ്റെ മുന്നിൽ എത്തുകയാണ് ചെയ്തത്. എടാ അതും എൻ്റെ പരിചയക്കാരനാണെന്നും പറഞ്ഞാടോ അവൻ ചെന്നത്. കേട്ടിട്ട് ഇത് കൈവിട്ട കളിയാണല്ലോ തമ്പി. ഇതുവരെ ഞാൻ കരുതിയത് അബിയുടെ കയ്യിൽ അവൻ ഒതുങ്ങി നിൽക്കുമെന്നുള്ളതാണ്. അവൻ നന്നായി ഹോംവർക്ക് ചെയ്തിട്ടാണ് തമ്പി വന്നിരിക്കുന്നത്. തമ്പി കുറച്ച് വേർക്കുമെന്ന് പറയുമ്പം എന്തായാലും അവൻ്റെ ഈ നീക്കം അബി അറിഞ്ഞുകൊണ്ടാണെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാധാമണി വാരസ്യാരെ പറ്റി അവൻ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ തമ്പി കണ്ട ആ ഫോട്ടോ രാധാമണി വാരസ്യാരുടേതാണെന്ന് തനിക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പം അത് അവൾ തന്നെയാണോ, അവൾ തന്നെയാണ്, എനിക്ക് ഉറപ്പുണ്ട്. പ്രായത്തിൻ്റെ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാകാൻ വഴിയുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ പുറത്ത് വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എൻ്റെ പൊന്നു സേന. ഭാര്യയുടെയും മോളുടെയും മുന്നിൽ എനിക്ക് ചെന്ന് നിൽക്കാനായിട്ട് കഴിയത്തുമില്ല. എൻ്റെ മോൾക്ക് അവളുടെ അച്ഛനെ അത്രമാത്രം വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ്, അതുമാത്രമല്ല സൂര്യയെ പരിഹസിച്ച് നടന്നവനാണ് ഞാൻ. അതിപ്പോൾ എൻ്റെ നേരെ തിരിഞ്ഞു വന്നിരിക്കുകയല്ലേ, ഇങ്ങനെ വരുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചോ? എൻ്റെ മുഴുവൻ സമാധാനം പോയെന്ന് പറഞ്ഞാൽ തമ്പി അവിടെ കിടന്ന് വെപ്രാളം കൂട്ടും. നീ ടെൻഷൻ അടിക്കല്ലേ, ആ വിശ്വനെന്ന് പറയുന്നവനെ നമുക്ക് പൊക്കാം. പിന്നീട് വരുന്നത് പിന്നത്തെ കാര്യമല്ലേ. ആദ്യം വിളിച്ച് നമ്പർ നീ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ നമ്പറൊക്കെ എടുത്ത് പൊക്കാൻ തയ്യാറായിട്ടിരിക്കാം. ഈ സമയത്ത് നമ്മുടെ അബിക്ക് ചോറ് വിളമ്പി കൊടുക്കുക പ്രഭാവതി. മെഴുക്കുവരട്ടിയും കൂട്ടുകറിയും മോരും മാത്രമേ ഉള്ളൂ എന്നൊക്കെ എന്നിട്ട് പറഞ്ഞു കേട്ടോ അബിയോട്. അപ്പോൾ സുഖമില്ലാഞ്ഞിട്ടും അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോയതെന്ന് അബി പ്രഭാവതിയോട് ചോദിച്ചു. എനിക്ക് കഴിക്കാൻ കഞ്ഞി അച്ചാറും തന്നെ ധാരാളം അല്ലേ എന്നൊക്കെ ചോദിക്കുക.
അപ്പോൾ അമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒന്ന് വിളവി കൊടുക്കാം. കൂടുതൽ കറികൾ വേണ്ടവരോ വെച്ചുണ്ടാക്കി കഴിക്കട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ അപർണയ്ക്ക് വേണ്ടത് അവൾ ഓർഡർ ചെയ്ത് കാണുമെന്ന് പ്രഭാവതി അബിയോട് പറഞ്ഞു. നിരഞ്ജന പൊന്നുവിനെ അവളുടെ വീട്ടിലേക്കാണെന്നും പറഞ്ഞ് കൊണ്ടുപോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നൊക്കെ പ്രഭാവതി ഇങ്ങനെ പറയുമ്പോൾ, നിരഞ്ജന എന്നെ വിളിച്ചായിരുന്നു, കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതിയോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ പൊന്നുവിന് ബീച്ചിലൊക്കെ പോകണമെന്ന് പറഞ്ഞെന്ന് പറയുമ്പം, ഓ പുറത്ത് പോകാനുള്ള ആഗ്രഹമൊക്കെ അവൾക്ക് ഉണ്ടാവില്ലേ എന്ന് അബി അമ്മയോട് ചോദിക്കാം. ജാനകിയുടെ എല്ലാ ഗുണങ്ങളും പൊന്നുവിന് കിട്ടിയിട്ടുണ്ടെന്നും ഒരു വീട്ടിലെ എല്ലാവരുടെയും മനസ്സ് പൊന്നുവിന് അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അമ്മയ്ക്കറിയാം മുത്തശ്ശിയെ അപർണ എങ്ങനെ ഓൾഡ് ഏജ് ഹോമിലേക്ക് എത്തിച്ചതെന്നുള്ളത്. ഇൻസുലിൻ എടുത്താൽ തീരുന്ന പ്രശ്നമേ മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇൻസുലിൻ തീർന്നു പോയതായിരുന്നല്ലോ. അത് അപർണ പറഞ്ഞ അറിവല്ലേ എന്ന് ചോദിച്ചു അന്നേരം അബി. ഈ സമയം ബോട്ടിലുണ്ടായിരുന്ന മരുന്ന് മുഴുവനും അപർണ കുത്തിയെടുത്ത് പുറത്ത് കളഞ്ഞു. അപ്പോഴേക്കും പ്രഭാവതി വിട്ടിങ്ങനെ നിൽക്കുക. പൊന്നു ഓടി കിച്ചണിൽ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച അതാണെന്നും കുഞ്ഞിനെ അവൾ ഭീഷണിപ്പെടുത്തിയ കാര്യമൊക്കെ പറയാം. അവളെ പേടിപ്പിച്ച് വിടുക അവൾ ചെയ്തത്. എന്നിട്ടാണ് ഒഴിഞ്ഞ ബോട്ടിൽ എല്ലാവരെയും കൊണ്ടുവന്ന് കാണിച്ചതെന്ന കാര്യമൊക്കെ പറഞ്ഞ് ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക നമ്മുടെ പ്രഭാവതി. അപ്പോൾ അപർണയെ പറ്റിയുള്ള സത്യങ്ങൾ അറിഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് ഓൾഡ് ഏജ് ഹോമിലേക്ക് എത്തിക്കാനുള്ള തന്ത്രമായിരുന്നു അവളുടേതെന്ന കാര്യമൊക്കെ പറയുമ്പോൾ പ്രഭാതി ഞെട്ടി. തമ്പി പുറത്ത് നിന്ന് ചരട് വലിക്കുകയായിരുന്നു. അമ്മയ്ക്കറിയാമോ എന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാ പൊന്നു ഇതൊക്കെ എന്നോട് പറയുന്നത്. അപ്പോൾ അപർണ അത് പ്ലാൻ ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു, പക്ഷെ ഇത്രത്തോളം ഒന്നും ഞാൻ കരുതിയിരുന്നില്ല എന്ന് പറയുവാണ് നമ്മുടെ പ്രഭാവതി. എന്തൊക്കെ പറഞ്ഞാലും ആ മനുഷ്യന് ജന്മം കൊടുത്ത സ്ത്രീയല്ലേ. ഈ വീട്ടിൽ അവരെന്തൊക്കെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയാലും ഞാനടക്കം പലരും അതൊക്കെ മൗനം പാലിച്ചിട്ട് തന്നെയാണെന്നും ഇത്രയും കാലം മുന്നോട്ട് പോയത്. കുറച്ച് ദിവസം മുൻപ് അവരെന്നെ വിളിച്ചായിരുന്നു എന്ന് പ്രഭാവതി അന്നേരം പറഞ്ഞു. പിന്നെ അവിടെ പ്രവേശനം കൊടുക്കുമ്പോൾ തമ്പി വലിയൊരു തുക ഓഫർ ചെയ്തു എന്നാണ് പറഞ്ഞതെന്നും പിന്നെ അയാൾ ആ തുക ഇതുവരെ കൊടുക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രഭാവതി അബിയോട് പറയുക കേട്ടോ. മാസാമാസം നല്ലൊരു തുക മക്കൾ നൽകിയിട്ടാണ് മാതാപിതാക്കളെ അവിടെ താമസിപ്പിക്കുന്നതും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അമ്മയുടെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണെന്ന കാര്യം പ്രഭാവതി അന്നേരം അബിയോട് പറയാം. ഇപ്പോൾ അബി ആവശ്യമാണ് പ്രഭാവതിക്ക്. അബി ഇതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കും. അമ്മയുടെ വിഷമമൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. ജാനകി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ മുത്തശ്ശിക്ക് ഒരിക്കലും അവിടെ കിടക്കേണ്ടതായിട്ട് വരില്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ അബി ഇങ്ങനെ പറയാം. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നീ പറഞ്ഞതുപോലെ അപർണയും അമ്മയും തമ്മിലടിയാകും അമ്മ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ. അവിടെ ചെന്നിട്ടും അമ്മയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് നളിനി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അത് ഈ ജന്മം മാറാനും പോകുന്നില്ല എന്നും പ്രഭാവതി ഇങ്ങനെ ഇരുന്ന് അബിയോട് പറഞ്ഞു. ഏതായാലും ഇവിടെ മറ്റൊരു വിധത്തിൽ ഇപ്പം ഞാനും അനുഭവിക്കുന്നത് അതൊക്കെ തന്നെയല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. വെറുതെ എന്തിനാ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അവർക്ക് നല്ല ഭക്ഷണവും കിടക്കാൻ നല്ലൊരു മുറിയും കിട്ടിയിരുന്നെങ്കിലേ ഈ ഒരു വിഷമം എൻ്റെ മനസ്സിനും ഉണ്ടാവില്ലായിരുന്നു എന്നും പ്രഭാവതി ഇങ്ങനെ അബിയോട് പറയുന്നു. തമ്പി അവിടെയും ചതിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രഭാവതി എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കും അബിക്ക്. അത്രയും പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ നിന്ന് പോയി. അബി ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ ആ പുള്ളിക്കാരിക്ക് വേണ്ടുന്ന പൈസയും കാര്യങ്ങളൊക്കെ ഇനി അബി കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു വിശേഷമായിരുന്നു ഇന്നത്തേത്. എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കും. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.